നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനെതിരെയുള്ള യുദ്ധം തുടങ്ങി 20-ാം ദിവസത്തിലേക്ക്. യുദ്ധത്തിൽ ഇസ്രയേലിൻ്റെ ആക്രമണ ശൈലി കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ട്രംപ്. ഇസ്രായേലിനെ യുദ്ധത്തിന് പറഞ്ഞുവിട്ടാൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ലല്ലോ. ഇറാൻ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് പെട്ടെന്ന് ട്രംപിനെ ഞെട്ടിച്ചത്. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ആഗോള ഇന്ധനവില കുതിച്ചുയർന്നു. ഇത് അമേരിക്കയെ അടക്കം ബാധിച്ചു. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സൗത്ത് പാഴ്സ് എണ്ണപ്പാടത്തിനാണ് കാര്യമായ നാശനഷ്ടം സംഭവിച്ചത്. സൗത്ത് പാഴ്സിന് നേർക്ക് ഇനിയും ആക്രമണം നടത്തുമെന്ന ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ഇതിനു മറുപടിയായി ഇറാൻ ഖത്തറിലെ LNG പ്ലാന്റ് ഉൾപ്പെടെയുള്ള ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. ഖത്തർ പറയുന്നത് അവരുടെ പാചകവാതക ഇന്ധനത്തിന്റെ 17% നശിപ്പിച്ചുവെന്നാണ് ഇറാൻ ആക്രമണത്തിലൂടെ. ഇസ്രായേലിൻ്റേത് വിവേകശൂന്യമായ നടപടിയെന്ന് ഇമ്മാനുവൽ മാക്രോൺ. വ്യാഴാഴ്ച ഓവൽ ഓഫീസിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തി. മേഖലയിൽ സമാധാനം കൊണ്ടുവരണമെങ്കിൽ യുദ്ധത്തിൽ ഇറാനെ തോൽപ്പിക്കണമെന്ന് ട്രംപ് ജാപ്പനീസ് പ്രധാനമന്ത്രിയോട് പറഞ്ഞു. ഒടുവിൽ ഹോർമുസ് കടലിടുക്കിൽ പെട്രോളിങ്ങിന് സഹായിക്കാം എന്ന ജപ്പാന്റെ വാഗ്ദാനം ട്രംപിന്. ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന US-ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്ട്രൈക്ക് പാക്കേജിന് അമേരിക്ക രൂപം കൊടുത്തു. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഗെക്സത്താണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതുവരെ ഇറാനിലും അതിന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടെ 7000-ത്തിലധികം ലക്ഷ്യങ്ങളിലേക്ക് അമേരിക്കൻ സേന ആക്രമണം നടത്തി എന്ന് US സെക്രട്ടറി പറയുന്നു. എന്നാൽ ഇതുവരെയുള്ള ആക്രമണങ്ങളുടെ തോത് പരിശോധിക്കുമ്പോൾ ഏറ്റവും ശക്തമായ സ്ട്രൈക്ക് റേറ്റിലേക്ക് ഞങ്ങൾ ആക്രമണം ആരംഭിക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയുടെ വാക്കുകൾ. ബുധനാഴ്ച ഇസ്രായേൽ നടത്തിയ സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിലേക്കുള്ള ആക്രമണം അമേരിക്കയുമായി ഏകോപിപ്പിച്ചുള്ള ആക്രമണമായിരുന്നില്ല എന്ന് US പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു. ഈ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് ഗ്യാസ് ഫീൽഡുകളിലേക്ക് ഇറാൻ ആക്രമണം നടത്തി. എന്നാൽ ഇറാൻ ഇനിയും ഇത്തരം ആക്രമണങ്ങൾക്ക് മുതിർന്നാൽ ഇസ്രായേലിനോട് നിർദ്ദയം അവരുടെ ഗ്യാസ് ഫീൽഡുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ഞങ്ങൾ ആവശ്യപ്പെടും. ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് ഇത്ര കനത്ത ആക്രമണങ്ങൾക്ക് മുതിരരുത് എന്ന ഉത്തരവ് നൽകിയെന്ന വാർത്തകൾ. എന്നാൽ മറുവശത്ത് വാഷിംഗ്ടൺ ഇത്തരം ആക്രമണങ്ങൾക്ക് അംഗീകാരം നൽകിയിരുന്നുവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. സൗത്ത് പാഴ്സിലെ ആക്രമണം ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇസ്രായേലിന് നടത്താൻ അമേരിക്ക അനുവാദം കൊടുത്തിരുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സ്ഥിരീകരിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇറാൻ ഊർജം ആയുധമാക്കുകയാണ്. ഇസ്രായേൽ ഇതിനെതിരെ വ്യക്തമായ മുന്നറിയിപ്പ് പലവട്ടം നൽകി. നിങ്ങൾ കാർക്ക് ദ്വീപിൽ എണ്ണപ്പാടങ്ങൾ ക്രമീകരിക്കുമ്പോൾ അവിടെ നിങ്ങൾ സൈനിക ശേഷിയെ വളർത്തുന്നു. മറുവശത്ത് സൗത്ത് പാഴ്സിൽ എണ്ണപ്പാടങ്ങൾ ഒരുക്കുമ്പോൾ ആ എണ്ണപ്പാടങ്ങളുടെ മറവിൽ നിങ്ങൾ സൈനിക ശേഷി സൂക്ഷിക്കുന്നു. എണ്ണപ്പാടങ്ങൾക്കെതിരായ ആക്രമണം ആഗോളതലത്തിൽ എണ്ണ വിലവർദ്ധനവിന് കാരണമാകുമെന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നു. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഇനി ഒരു വാതകപ്പാടവും കൂടി ആക്രമിക്കരുത് എന്ന ട്രംപിന്റെ നിർദ്ദേശം. ലോകത്തിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ ഇറാനിലെ സൗത്ത് പാഴ്സിന് നേരെയുള്ള ആക്രമണമാണ് ലോകത്തിലിപ്പോൾ മുഖ്യ ചർച്ചാ വിഷയം. ഇറാന്റെ ഏത് ശേഷിക്ക് നേരെയും തങ്ങൾ ആക്രമണം തുടരും എന്ന് ഇസ്രായേൽ മറുവശത്ത് ഉറപ്പിച്ചു പറയുന്നു. ഗൾഫ് മേഖലയിലെ തങ്ങളുടെ സഹോദര രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തരുത് എന്ന് ഗൾഫ് രാജ്യങ്ങൾ ഇന്നലെ ഇറാനോട് പറഞ്ഞിരുന്നു. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഇന്നലെ രാത്രി മുഴുവൻ ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ തുടർന്നു. കുവൈറ്റിലെ ഒരു റിഫൈനറിയിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം, വലിയ തീപിടുത്തം. ട്രംപിന്റെ നിർദ്ദേശത്തിന് ഇപ്പോൾ നെതന്യാഹു മറുപടി നൽകിയിരിക്കുന്നു. ഞങ്ങൾ സ്വതന്ത്രരാണ്, പക്ഷെ ഞങ്ങൾ നന്നായി ഒത്തുചേർന്ന് പ്രവർത്തിക്കും. ഞങ്ങൾ നടത്തുന്ന ആക്രമണങ്ങൾ അമേരിക്കയുമായി ഏകോപനത്തോടെയുള്ളതാണ് എന്ന് നെതന്യാഹു ശരിവെക്കുന്നു. ഇറാൻ ഇനിയും ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ആക്രമണങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞില്ല എങ്കിൽ ഇറാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തതോ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്തതോ ആയ ശക്തിയോടെ സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡ് മുഴുവൻ വൻതോതിൽ ചാരമാക്കുമെന്ന് ട്രംപ് ഒടുവിൽ പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ ട്രംപിൻ്റെ ഈ മുന്നറിയിപ്പ് ഒരു അമേരിക്കൻ യുദ്ധവിമാനത്തിന് വെടിയേറ്റതിന് പിന്നാലെയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളുടെ പരിഹാസം. അമേരിക്കയുടെ കരുത്തായ F-35 എന്ന വിമാനത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ പറയുന്നത്. ഈ യുദ്ധവിമാനം അടിയന്തരമായി നിലത്തിറക്കി. ഇറാനിലുള്ള സൈനിക ദൗത്യം പൂർത്തിയാക്കി മടങ്ങുകയായിരുന്ന അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനമായ F-35 നേരെയാണ് ആക്രമണമുണ്ടായത്. ഈ ആക്രമണത്തെക്കുറിച്ച് ഇറാൻ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അമേരിക്ക ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. അജ്ഞാത കാരണങ്ങളാൽ തകരാറിലായി ഈ വിമാനമെന്നാണ് അമേരിക്ക പറയുന്നത്. എന്തായാലും F-35 ലൈറ്റ്നിംഗ് II യുദ്ധവിമാനം
മിഡിൽ ഈസ്റ്റിലെ US ബേസിൽ അടിയന്തരമായി ഇറക്കി. വിമാനവും പൈലറ്റും സുരക്ഷിതരാണ് എന്ന് അമേരിക്ക പറയുന്നു. ഫെബ്രുവരിയിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായാണ് ഇത്തരമൊരു അത്യാധുനിക US വിമാനത്തിന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടാകുന്നത്. ഏകദേശം 925 കോടി രൂപ വില വരുന്നതാണ് ഈ വിമാനം. അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനത്തിന് നേർക്ക് ആക്രമണമുണ്ടായി എന്ന വാർത്ത പുറത്തു വന്നതോടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീപാറുന്ന വാക്കുകൾ. യുദ്ധത്തിന്റെ 19ാം ദിവസമാണ് നെതന്യാഹുവിന്റെ തീപാറുന്ന വാക്കുകൾ ലോകം കേട്ടത്. ഇറാന് ഇനി മിസൈലുകൾ നിർമ്മിക്കാനോ യുറേനിയം സമ്പുഷ്ടീകരിക്കാനോ കഴിയില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അവരുടെ ആ ശേഷി ഞങ്ങൾ തകർത്തു. 20 ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും, ഇന്ന് ഇറാന് യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള കഴിവില്ല, ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള കഴിവുമില്ല. ഫെബ്രുവരി 28-ന് ഇറാനെതിരെയുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം തൻ്റെ ആദ്യത്തെ നേരിട്ടുള്ള പത്രസമ്മേളനത്തിലാണ് ജെറുസലേമിൽ വെച്ച് നെതന്യാഹു ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇറാന്റെ സൈനിക കഴിവുകളെ തങ്ങൾ തുടർന്നും തകർക്കുകയാണ്. ഞങ്ങൾ അവയെ ഭസ്മമാക്കും, പൊടിയാക്കും. എക്കാലത്തേക്കാൾ ദുർബലമായ ഒരു ഇറാനെയാവും ഇനി ലോകത്തിന് കാണാൻ കഴിയുന്നത്. ഇസ്രയേൽ ഒരു പ്രാദേശിക ശക്തിയാണ്, ചിലർ അതിനെ ലോകശക്തി എന്ന് വിശേഷിപ്പിക്കും. നെതന്യാഹു ജെറുസലേമിൽ പ്രസംഗിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ ഇസ്രായേലിന് നേരെ തുടർച്ചയായ മിസൈലുകൾ തൊടുത്തു. എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനം അവയൊക്കെ തകർത്തെറിഞ്ഞു. ജനക്കൂട്ടം ഇന്റർസെപ്റ്ററുകൾ ഈ മിസൈലുകൾ തകർക്കുന്നത് നോക്കി ആർത്തട്ടഹസിക്കുന്നു. മുമ്പൊരിക്കലും നടത്തിയിട്ടില്ലാത്ത ആക്രമണങ്ങൾ ഇനി ഇറാന് നേർക്കുണ്ടാവണമെന്ന് നെതന്യാഹു പറഞ്ഞു. അവരുടെ വ്യാവസായിക അടിത്തറ തുടച്ചു നീക്കണം. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമനേയെ നമ്മൾ കൊലപ്പെടുത്തി. ഡസൻ കണക്കിന് ഉന്നത ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തി. ഇപ്പോൾ ഇറാൻ ആരാണ് നയിക്കുന്നത് എന്നുപോലും നമുക്ക് നിശ്ചയമില്ല. പകരം വന്ന ആയത്തുള്ള ഖമനേയെ അവർ പുറത്തു കാണിച്ചില്ല. ഭരണകൂടത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരിൽ പലരും ഇപ്പോൾ വളരെയധികം പിരിമുറുക്കം അനുഭവിക്കുന്നു. ഞങ്ങളുടെ ആദ്യ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പിതാവിന് പകരക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ട മൊജ്തബ ഖമനേയെ പിന്നീട് അവർ പുറത്തേക്ക് കാട്ടിയില്ല. പുതിയ ഇറാനിയൻ നേതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്നും വ്യക്തമല്ല. ഇറാനിയൻ നേതാക്കളെ ഇനിയും ലക്ഷ്യം വെക്കുമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. അവരെ മാറ്റി സ്ഥാപിക്കുന്നതുവരെ ഞങ്ങൾ ആക്രമണങ്ങൾ തുടരും. റവല്യൂഷണറി ഗാർഡുകളിൽ വലിയ ഷിഫ്റ്റുകൾ ഉണ്ടാകും. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇസ്രയേൽ പ്രവർത്തിക്കും. വായുവിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മളത് ചെയ്യുന്നു. പക്ഷേ ഒരു ഗ്രൗണ്ട് ഘടകം കൂടി അവിടെ ഉണ്ടാകണം. അതിന് ജനങ്ങൾ പുറത്തേക്കിറങ്ങണമെന്ന് നെതന്യാഹു പറഞ്ഞു. സൗത്ത് പാഴ്സിലെ വാതകപ്പാടത്തിനെതിരെ ഇസ്രയേൽ ഒറ്റയ്ക്കാണ് ആക്രമണം നടത്തിയത് എന്ന് നെതന്യാഹു സ്ഥിരീകരിച്ചു. ഭാവിയിൽ വാതകപ്പാടങ്ങൾ ലക്ഷ്യം വെക്കേണ്ടതില്ല എന്ന് ട്രംപ് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളത് അനുസരിക്കുന്നു. ഇറാൻ അവരുടെ ആണവ പദ്ധതി വികസിപ്പിക്കുന്നതിൽ നിന്നും അത് ഭൂമിക്കടിയിൽ വയ്ക്കുന്നതിൽ നിന്നും അമേരിക്കയിലേക്ക് ആണവമുനയുള്ള മിസൈലുകൾ വിക്ഷേപിക്കുന്നതിൽ നിന്നും അവരെ തടയേണ്ടതിൻ്റെ ആവശ്യകത ഞങ്ങളെക്കാൾ വ്യക്തമായി ട്രംപിനറിയാം. അദ്ദേഹം അത് മനസ്സിലാക്കി. അദ്ദേഹം എനിക്കത് വിശദീകരിച്ചു തന്നു. ഞാൻ അദ്ദേഹത്തിനത് വിശദീകരിച്ചു കൊടുത്തിട്ടേയില്ല. ഈ വിനാശകരമായ അവരുടെ മുന്നേറ്റം ഒഴിവാക്കുകയായിരുന്നു ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ലക്ഷ്യം. US-നെ അനാവശ്യമായി വലിയ യുദ്ധങ്ങളിലേക്ക് ഇസ്രായേൽ വലിച്ചിഴയ്ക്കുന്നു എന്ന ആരോപണങ്ങൾ നെതന്യാഹു തള്ളിക്കളഞ്ഞു. ഇറാൻ എല്ലാ കാലത്തേക്കാൾ ഇപ്പോൾ ദുർബലമായി എങ്കിൽ അതിനു പിന്നിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങളുടെ ശക്തിയുണ്ട് എന്ന് നെതന്യാഹു ഓർമ്മപ്പെടുത്തി. ഇപ്പോഴിതാ ഇസ്രായേലിനെ ചേർത്തു പിടിക്കുന്നു പീറ്റ് ഗെക്സത്ത്. ഇസ്രായേൽ അവിശ്വസനീയവും കഴിവുള്ളതുമായ ഒരു പങ്കാളി എന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ഇസ്രായേലിനെ വിശേഷിപ്പിക്കുന്നത്. ഇറാനെ ദുർബലപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്കാണ് ഇസ്രായേൽ തങ്ങളുടെ ആക്രമണങ്ങളെ ഏകോപിപ്പിച്ചത്. ഇപ്പോഴിതാ കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ പരസ്യമായി യുദ്ധ ആഹ്വാനവുമായി ഇറാനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം റിയാദിനെ വീണ്ടും ലക്ഷ്യമിട്ട് ഇറാൻ ചില ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതോടെ ടെഹ്റാനുമായുള്ള എല്ലാ വിശ്വാസങ്ങളും ബന്ധങ്ങളും തങ്ങൾ വിച്ഛേദിക്കുന്നുവെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കി. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഒരു ഗൾഫ് രാജ്യത്ത് നിന്ന് വരുന്ന ഏറ്റവും ശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ സൗദി അറേബ്യ ഇറാന് നൽകിയിരിക്കുന്നത്. വ്യാഴാഴ്ചയാണ് സൗദി അറേബ്യയിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയത്. 8 ബാലിസ്റ്റിക് മിസൈലുകളാണ് ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ചത്. ഇന്നലെ രാത്രി മുഴുവൻ നീണ്ടുനിന്ന ആക്രമണത്തിനാണ് ഇറാൻ ഇസ്രായേലിന് നേർക്ക് ശ്രമിച്ചത്. നിരവധി മിസൈൽ ആക്രമണങ്ങൾ. രാജ്യത്തിൻ്റെ പല ഭാഗത്തും സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. രാത്രി ജെറുസലേമിൽ മാത്രം സൈറണുകൾ നിരവധി തവണയാണ് മുഴങ്ങിയത്. എന്നാൽ ഇറാന്റെ ആക്രമണത്തിൽ വടക്കൻ തുറമുഖ നഗരമായ
ഹൈഫയിലെ ഒരു എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. നിങ്ങളുടെ സഖ്യകക്ഷികളുടെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇനിയും ആക്രമണം നടത്തുമെന്ന് ഇറാന്റെ പ്രഖ്യാപനം. തൊട്ടു പിന്നാലെ ട്രംപ് ഇസ്രായേലിനോട് പറഞ്ഞു, ഇനി നമ്മുടെ സഖ്യരാജ്യങ്ങൾക്ക് നേരെ ആക്രമണം തൊടുത്താൽ പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട. പാഴ്സ് എണ്ണപ്പാടം പൂർണ്ണമായി കത്തിച്ചെറിയുക. ഇതോടെ കലിപൂണ്ട നെതന്യാഹു ഇറാൻ അന്ത്യശാസനം നൽകി. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് കരുത്തു പകരുന്നത് രാജ്യത്തിന്റെ ദ്രവീകൃത പ്രകൃതിവാതക ശക്തിയാണ് എന്ന് ഇസ്രയേൽ വിശദീകരിക്കുന്നു. ഇവ 17% ഇപ്പോൾ ഇസ്രയേൽ ആക്രമണങ്ങളിലൂടെ കുറച്ചിരിക്കുന്നത്. ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിന്റെ കലിപ്പായിരുന്നു ഇറാൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ LNG പ്ലാന്റായ ഖത്തറിലെ റാസ് ലഫാന് നേർക്കുള്ള ആക്രമണം. ഇതോടെ ഗ്യാസ് വില 35% ലോകത്ത് കുതിച്ചുയർന്നത്. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്കും നിബന്ധനകൾക്കും അനുസൃതമായാണ് ഈ യുദ്ധം മുന്നോട്ടു പോകുന്നത് എന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക നീക്കം വളരെ കൃത്യതയുള്ളതും നിർണായകവുമാണ്. ഇറാനെതിരെ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണത്തിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഇക്കാര്യമാണ് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇറാൻ ആക്രമണത്തിൽ തങ്ങളുടെ പ്രകൃതിവാതക ശേഖരത്തിന്റെ 17% നശിച്ചുവെന്ന് ഖത്തർ പറയുമ്പോൾ അമേരിക്ക സൂക്ഷ്മതയോടെ നീങ്ങണമെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിക്കുന്നതിന് പിന്നിൽ ഒരേ ഒരു കാര്യം, ലോകത്തെ ഇന്ധനവില ക്രമാതീതമായി ഉയർന്നാൽ അത് ലോകത്തിലെ മിക്ക രാജ്യങ്ങളുടെയും സാമ്പത്തിക നില തകർക്കും. ഇത്തരമൊരു ആക്രമണം തങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഖത്തർ ഭരണാധികാരി പറയുന്നത്. അതും റമദാൻ മാസത്തിൽ സഹോദരതുല്യ സ്ഥാനത്തുള്ള മുസ്ലിം രാജ്യത്ത് നിന്ന് ഇത്തരമൊരു ആക്രമണം തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നേയില്ല എന്ന് ഖത്തർ എനർജി CEO പറയുന്നു. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ UAEയിലെ രണ്ടാമത്തെ പ്രധാന കയറ്റുമതി കേന്ദ്രമായ ഫുജൈറ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തി. കുവൈറ്റിലെ മിന അൽ അഹമ്മദ് റിഫൈനറിക്ക് നേരെയും ആക്രമണമുണ്ടായി. ഇത്തരം ആക്രമണങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ അവരെ ആക്രമിച്ച് പൊടിപടലമാക്കണമെന്ന് നെതന്യാഹു പറഞ്ഞു. അമേരിക്ക നിർദ്ദേശിക്കുന്നതനുസരിച്ച് മാത്രമേ തങ്ങൾ പ്രവർത്തിക്കൂ, എന്നാൽ തങ്ങൾ ഇങ്ങനെയാണ് കരുതുന്നത് എന്ന് നെതന്യാഹു വിശദീകരിക്കുന്നു. ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങിയ വിധം ഇപ്പോൾ ഇസ്രയേൽ വിശദീകരിച്ചു. ലോകം അത്ഭുതത്തോടെ കേൾക്കേണ്ട വിശദീകരണമാണ് ഇസ്രയേൽ നടത്തിയത്. ആദ്യ 40 സെക്കൻഡുകൾക്കുള്ളിൽ 40 ബോംബുകളാണ് ടെഹ്റാനിൽ വർഷിച്ചത്. 40-40-40:40 എന്ന നിലയിൽ ഇപ്പോൾ പ്രസിദ്ധമാണ് ഈ സൈനിക ആക്ഷൻ. ഫെബ്രുവരി 28 ശേഷം 12,000 ബോംബുകളാണ് ഇസ്രയേൽ ഇറാനിലേക്ക് തൊടുത്തത്. അതിൽ 3600 എണ്ണം ടെഹ്റാൻ മേഖലയിൽ മാത്രം. മധ്യപടിഞ്ഞാറൻ ഇറാനെ ആക്രമിക്കാൻ 540 യുദ്ധവിമാന തരംഗങ്ങൾ. ഇറാന്റെ കൂടുതൽ വിദൂര ഭാഗങ്ങളിലേക്ക് 50 ആക്രമണ പദ്ധതികൾ. ഇതിൽ 5700 സോർട്ടുകൾ ഉൾപ്പെടുന്നു. ലെബനനിൽ വ്യോമസേന നടത്തിയത് 1000-ലേറെ തവണ വ്യോമാക്രമണങ്ങൾ. 2200 ബോംബുകളാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇക്കുറി വർഷിച്ചത്. 220 ഹിസ്ബുള്ള ഭീകരരെ കൊലപ്പെടുത്തി എന്ന് IDF പറയുന്നു. ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് ഇപ്പോഴും നിഗൂഢത തുടരുകയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. ഇറാനിലെ ഇസ്ഫഹാനിൽ തകർക്കപ്പെട്ട ഭൂഗർഭ ആണവ കേന്ദ്രം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി പറയുന്നത്. ആകാശത്ത് എപ്പോഴും മിസൈലുകൾ തുപ്പുന്ന അഗ്നിനാളങ്ങൾ, തെരുവുകളിൽ മുഴങ്ങുന്ന സൈറണുകൾ, ജനം പലപ്പോഴും ബോംബ് ഷെൽട്ടറുകളിലേക്ക് മാറുന്ന കാഴ്ച, ഇതൊക്കെ ഇസ്രായേലിന്റെ ദൈനംദിന കാഴ്ചകളാണ്. ഇറാനും ഇസ്രായേലും നേരിട്ട് കൊമ്പുകോർത്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ. എന്നാൽ ഈ യുദ്ധകാലത്ത് പോലും ഇപ്പോൾ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ തുടർച്ചയായി 2ാം വർഷവും 8ാം സ്ഥാനത്ത് തുടരുകയാണ് ഇസ്രായേൽ. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. മുൻപ് നിഴൽ യുദ്ധം നടത്തിയിരുന്ന ഇറാനുമായി നേരിട്ടുള്ള യുദ്ധം. എന്നിട്ട് ഹാപ്പിനെസ് ഇൻഡെക്സിൽ എങ്ങനെ 8ാം സ്ഥാനം നിലനിർത്താൻ ഇസ്രായേലിന് കഴിയുന്നു? ജനങ്ങൾ യുദ്ധം ഗൗരവമായി എടുക്കുന്നില്ല. അതൊക്കെ ഭരണകൂടം ചെയ്തുകൊള്ളും. ഇതാണ് സാധാരണ ജനങ്ങളുടെ വിചാരം. ദൈനംദിന ജീവിതം ബങ്കറുകളിലേക്കും സുരക്ഷിത മുറികളിലേക്കുമൊക്കെ ചുരുങ്ങിയിരിക്കുന്നു. വിമാനത്താവളങ്ങൾ പലപ്പോഴും അടച്ചിടേണ്ടി വരുന്നു. എന്നിട്ടും ജനം ഇതൊന്നും ഗൗരവത്തിലെടുക്കുന്നില്ല. യുദ്ധകാലത്ത് അവർ ഒറ്റ മനസ്സോടെ നിൽക്കും. അതാണ് ഇസ്രായേലികളുടെ ഊര്. ശക്തമായ ആക്രമണങ്ങളുമായി ഒരിഞ്ചു പിന്നോട്ടില്ലാതെ ഇസ്രായേൽ. മറുവശത്ത് ഇസ്രായേലിനൊപ്പത്തിനൊപ്പം നിൽക്കാൻ അമേരിക്ക ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു. ഒരു ഭരണകൂടം പോലും പ്രത്യക്ഷത്തിലില്ലാത്ത ഇറാന്റെ ഭാവി എന്തായിരിക്കും? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.